ഒരു പെറ്റീഷണറെ സംബന്ധിച്ചിടത്തോളം ഇതിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രൈമ ഫേസി കേസ് വിജിലൻസ് അന്വേഷിക്കേണ്ടതാണ്, അല്ലെങ്കിൽ കോടതിയുടെ ഉത്തരവാദിത്തത്തിൽ തന്നെ നടക്കേണ്ടതാണ്. കാരണം ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ സ്റ്റേക്സ് വളരെ ഹൈ ആണ് എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്ത് അത് മനസ്സിലാക്കുന്നതിന് പകരം കൂടുതൽ വിശദമായിട്ട് ഇതിന്റെ ഓരോന്നിലേക്കും ഇറങ്ങി ചെന്നിട്ടാണ് കോടതി ഇതിലേക്ക് തീരുമാനമെടുക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ 3 ചോദ്യങ്ങൾ കോടതി ചോദിക്കുന്നത്. അതേപോലെ തന്നെ എനിക്ക് ഈ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തെളിയിക്കാനായിട്ടുള്ള ഒരു സിംഗിൾ ഷീറ്റ് ഓഫ് പേപ്പർ അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്ക്രാപ്പ് ഓഫ് പേപ്പർ എനിക്കിവിടെ കാണാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് ഈ തോട്ടപ്പള്ളി സ്പിൽവേയുടെ മൗത്തിൽ നിന്ന് ഈ മണൽ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഈ KMML ഏതെങ്കിലും രീതിയിലുള്ള ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ ഒരു ഗവൺമെന്റ് ഓർഡർ ഇറക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ, അതിലൊരു ഡീലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം ഈ പെറ്റീഷണർക്ക് അല്ലെങ്കിൽ കംപ്ലൈനന്റിന് ആയി മാറുന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യമുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മാത്യു കുഴൽനാടന് വളരെ ഓബ്വിയസ് ആയിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്.